ഗൈസ് മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനെയൊക്കെ ക്ഷേത്രത്തിൽ വെച്ച് കാണും കേട്ടോ കിരണും കല്യാണിയും. കാണുമ്പോൾ തന്നെ പ്രകാശനോട് പറയുന്നുണ്ട്, നാളെ എന്തായാലും കോടതി വെച്ച് കാണാം, താനിനി എത്ര കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നാളെ അവിടെ വെച്ച് നമുക്ക് കണ്ടറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയുക, നീ കൂടെ 25 വർഷം പഴകി എടുത്തോളെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കല്യാണം മുടക്കാനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഒന്നും വിചാരിച്ചാൽ അത് നടക്കാൻ പോണില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും കിരൺ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുവാണ്, അല്ല ഇയാളെ അവർ കല്യാണം കഴിക്കാൻ പോകുന്നവർ കണ്ടില്ലായിരുന്നോ? ഈ മുഖമൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ കെട്ടാൻ തോന്നിയത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയാണ്, എന്താടാ കുഴപ്പം, എന്നെ എൻ്റെ മോനെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തോറ്റു പോവും, അത്രയ്ക്ക് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണി പറയാണ്, അത് കണ്ടാലും പറയും, കണ്ടാലും കൊള്ളാം രണ്ടെണ്ണത്തിനെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശം പറയാണ്, അതൊന്നും നീ കൂടുതൽ പറയണ്ട, അതുകൊണ്ടാണല്ലോ ഇവൻ്റെ സ്വന്തം പെങ്ങൾ പോലും എൻ്റെ മോൻ്റെ പുറകെ വന്നത്. അതുകൊണ്ട് കൂടുതൽ കഥയൊന്നും എന്നെ കൊണ്ട് പറയിക്കരുതെന്ന് പ്രകാശൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, വെല്ലുവിളികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൈ വെച്ചാൽ മതി, എന്തായാലും നാളെ കോടതി വെച്ച് കാണാം എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഇവരങ്ങ് പോയി കഴിയുമ്പോൾ പ്രകാശൻ അമ്മയോട് ചോദിക്കുവാണ്, അമ്മേ ഇതിൻ്റെ അടുത്ത് വേറെ ക്ഷേത്രം വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്തിനാടാ? അല്ല ഇവരിവിടെ പ്രാർത്ഥിക്കുമല്ലോ, പ്രതിക്രിയയായിട്ട് നമ്മളെവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കണ്ടേ അമ്മ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഭാനുമതി അമ്മ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ പ്രകാശ, ഈ അമ്മയുടെ പ്രാർത്ഥന നിൻ്റെ കൂടെ ഉണ്ട്, അത് മാത്രം മതി എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ ഇങ്ങനെ കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും സരി ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ കുഞ്ഞിനെ നോക്കിയിരുന്ന് ആലോചിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. ഒന്നുമില്ല മോളുവിൻ്റെ സ്നേഹസമ്മാനമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചതാണെന്ന് പറയും കേട്ടോ. കഴിഞ്ഞ് മനോഹർ ചിന്തിക്കുന്നുണ്ട്, പൊതുവെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ മുങ്ങിയാണ് എനിക്ക് ശീലം, ഇവിടെ നിന്നാണെങ്കിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, കുഞ്ഞുണ്ടാവുകയും ചെയ്തു, അതുകൊണ്ട് അതെല്ലാം കൂടെ കൂട്ടി കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ തലപകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴേക്കും സരീവിൻ്റെ അടുത്ത് ചെന്നിരിക്കുക കേട്ടോ മനോഹർ. എന്നിട്ട് പറയാണ്, മോളുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാ എന്ന് പറയുമ്പോഴേക്കും മനോഹറിനോട് പറയുക കേട്ടോ സരിയോ, അതെ ഒരു കാര്യമുണ്ട്, നമുക്ക് അമേരിക്കയ്ക്ക് പോകുമ്പോൾ ആദ്യം അമ്മേനെ കൊണ്ടുപോകണ്ട, അത് കഴിഞ്ഞ് അമ്മയെ കൊണ്ടുപോയാൽ മതിയെന്ന് പറയാം. അപ്പോഴേക്കും മനോഹർ ചോദിക്കും കേട്ടോ, അതെന്താ? അല്ല കുറച്ച് നാൾ നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം, അത് കഴിയുമ്പോഴത്തേക്കും അമ്മേനെ കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴേക്കും മനു പറയാണ്, അതിനവിടെ സർവൻസിനൊന്നും ഞാൻ വേറെ നോക്കിയിട്ടില്ല, അവിടെയുള്ള അമേരിക്കൻസൊക്കെയാണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ചോദിക്കും കേട്ടോ നമ്മുടെ സരയു, എന്നാൽ പിന്നെ മലയാളീസിനെ ആരെങ്കിലും കിട്ടുമോയെന്നൊന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ പറയാണ്, ഇനി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പയ്യെ ചോദിക്കാൻ മോളൂ എന്നിങ്ങനെ പറയുക കേട്ടോ. അതേസമയത്ത് ശാരിയാണെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കുവാണ്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സരയുവിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് കേട്ടോ, സരയുവിൻ്റെ ജീവിതത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ സരയു ഒരിക്കലും ശാരിയുടെ മകളല്ലാന്ന് അറിയാതിരിക്കാനും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വെളിലോട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിഷേനെയും അമ്മേനെയും കാണുവാണ്. അപ്പം നിഷ ഇങ്ങനെ ശാരിയെ കാണുമ്പോഴേ അമ്മയോട് പറയുന്നുണ്ട്, അതേ അമ്മേ കിരണേണ്ടും കല്യാണിയൊക്കെ പറഞ്ഞ പോലെ നമ്മളായിട്ടൊന്നും പറയാൻ പാടില്ല, അമ്മ ദേഷ്യം ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് സഹിച്ചു പിടിച്ച് നിൽക്കണേ എന്നിങ്ങനെ പറയും കേട്ടോ. എങ്കിലും ശാരി ഇവരെ കാണുമ്പോൾ ചെന്ന് സംസാരിക്കും കേട്ടോ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങൾക്ക് പറ്റിയത് പറ്റി, ഇനി നിങ്ങൾക്ക് പറ്റാനുള്ളത് എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിക്കണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ശാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ പറയുന്നേ എന്നിങ്ങനെ നിഷയുടെ അമ്മയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ പറയുവാണ്, എന്നാലും എല്ലാം അറിഞ്ഞു വെച്ച് നിങ്ങളുടെ ഭർത്താവ് എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നല്ല പ്രവൃത്തി ചെയ്യാതെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് ഞാൻ മനസ്സ് അറിഞ്ഞ് പ്രാകുന്ന എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശാരിക്ക് ആകെക്കൂടി ഒരു വെപ്രാളവും വേവലാതിയാവും കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിൽ വരുമ്പോഴേക്കും രാഹുലിനെ കാണുമ്പോൾ ഇവരെ കണ്ട കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ അതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശിവദാസനും വിളിച്ചായിരുന്നു, ഫോൺ എടുക്കാത്ത നന്നായി, ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശാരീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ നിനക്കും നിൻ്റെ മോൾക്കും വേണ്ടി മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരി ചോദിക്കുവാണ്, അല്ലാതെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, എന്നെ കൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയിക്കരുത്, മോള് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ശാരി പറയുക,
ഇനി ഇവിടെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് എല്ലാവരുടെയും ജീവൻ എടുപ്പിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുക കേട്ടോ. പിന്നെ ശാരി നേരെ മുറിയിൽ ചെന്ന് മനോഹറിനെ നോക്കുക കേട്ടോ. മനോഹർ ഇങ്ങനെ സരയുനെയും കുഞ്ഞിനെയും കൊഞ്ചിക്കുന്നൊക്കെ കാണുമ്പം ശാരി മാറി നിന്ന് ചിന്തിക്കുവാണ്, ഞാൻ മനസ്സിൽ വഹിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പ്രകാശൻ കാർത്തികയുടെ അടുത്ത് വന്നിരിക്കുവാണ്. നാളെയല്ലേ കോടതി, ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് അവരെയൊക്കെ കണ്ടാൽ നല്ല ദേഷ്യം വരും എന്നൊക്കെ കാർത്തി ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, നമ്മുടെ വക്കീൽ കുഴപ്പമില്ല, എന്നാലും വേറൊരു വക്കീൽ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഹേയ് അതിൻ്റെ ആവശ്യം എന്താ അച്ഛാ, നമ്മുടെ നല്ല വക്കീലല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുവാണ്. അല്ല അച്ഛൻ്റെ ആദ്യ ഭാര്യയായിട്ടൊരു കോംപ്രമൈസിനൊന്ന് ശ്രമിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.